അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കൊരു മുട്ട വരട്ടി ചെയ്ത് തയ്യാറാക്കാം. അടിപൊളിയായിട്ട് ഒരു പെപ്പറൊക്കെ ഇട്ട് നല്ല കുരുമുളക് ഇട്ട് സെറ്റ് ആക്കി എടുക്കാം. അത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് കണ്ടാലോ. അതിനുമ്പേ കൂട്ടുകാരെ, നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട്. ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് നമുക്ക് വിലപ്പെട്ടാണ് അറിയാലോ എപ്പോഴും. അപ്പൊ നേരെ വീഡിയോയിലായിട്ട് അങ്ങ് പോയേക്കാം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് സംഭവം ചതച്ചെടുക്കാറുണ്ട്. അതിന് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി. ഇതിനെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ അത് ചതച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചതച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മുട്ട നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 4 മുട്ട ഇട്ടുണ്ട്, 2000 മുറിച്ചിട്ടാണ്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടാം. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേ പാൻ തന്നെ കുറച്ച് എണ്ണ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇവനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി അടുത്ത് നമ്മൾ ഒരു 3 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് വഴന്ന് വരണം. സവാളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച സാധനമാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. പിന്നെ പച്ചമുളക് മാറുന്നത് നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത് ചേർക്കാമെന്ന് പറയാം നമ്മൾ ടൊമാറ്റോ പേസ്റ്റാണ് അതോട് ചേർക്കുന്നത്. ഇതിന്റെ നല്ലോണം പച്ചമുളക് മാറി ഒന്ന് വറ്റി വരണം. നമുക്ക് ഈ ടൊമാറ്റോയ്ക്ക് പകരം വേണമെങ്കിൽ ഇതിനകത്ത് തൈര് ചേർത്താലും മതി. പുളി കൂടും, അത് അനുസരിച്ച് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ തക്കാളി തന്നെ ചേർത്തത്. അപ്പോൾ തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വറ്റി, ആ നീരൊക്കെ വറ്റി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഐറ്റം ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാലയാണ്. ഇത് പെരിഞ്ചീരകവും ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത സ്പെഷ്യൽ മസാലയാണ്. അത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വേപ്പിലയും കൂടെ. അപ്പോൾ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കും. ബാക്കി ഇപ്പോൾ ഉള്ളി വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഇതിനകത്ത് കിടന്ന് നല്ലോണം വെന്ത് വന്നോളും. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത്